ഒരിക്കലും ഒരു വ്യക്തി എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിനായിട്ട് വന്നപ്പോൾ അദ്ദേഹം വളരെയേറെ വിഷമത്തോടെ പറഞ്ഞു, തൻ്റെ മകൾ തന്നെ ഒരു ഫ്രണ്ടായിട്ടാണ് കണക്കാക്കുന്നത്. ഒരിക്കലും ഒരു അച്ഛന് ലഭിക്കേണ്ടതായിട്ടുള്ള സ്നേഹമോ പരിഗണനയോ ബഹുമാനമോ ഒന്നും തനിക്ക് ലഭിക്കുന്നില്ല എന്നുള്ളത്. ആ കേസ് ഞാൻ കാര്യമായി പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, കുട്ടിയുടെ വളർച്ചാഘട്ടത്തിൽ സഹപാഠികളോടൊപ്പം കുട്ടിക്ക് കളിക്കാനും ചിരിക്കാനുമുള്ള അവസരങ്ങളെല്ലാം നിഷേധിച്ച് അച്ഛനും അമ്മയും സഹപാഠികളായി മാറിയതിൻ്റെ ഫലമായിട്ട് കുട്ടിയിൽ വന്നു ചേർന്നിട്ടുള്ള ഒരു സ്വഭാവ സവിശേഷതയായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. പിയർ ഗ്രൂപ്പിന്റെ സ്ഥാനം പാരന്റ്സ് കൈയടക്കേണ്ടത് ആവശ്യമാണോ? പിയർ ഗ്രൂപ്പുമായിട്ട് കുട്ടികൾ ഇടപെടണ്ടേ? പിയർ ഗ്രൂപ്പിന്റെ സ്ഥാനം പാരന്റ്സ് കൈയടക്കിയാൽ കുട്ടികളിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നു ചേരാം എന്നതിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാനായി പോകുന്നത്. ഞാൻ അനിത, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആൻഡ് പാരന്റിംഗ് കോച്ച്. ഒന്നാമതായിട്ട് കുട്ടികളിൽ വന്നു ചേരാവുന്ന ഒരു ബുദ്ധിമുട്ടാണ് അവർക്ക് അവരുടെ ആശയങ്ങളും അഭിപ്രായങ്ങളും പൊതുജന മധ്യത്തിൽ എനിക്ക് 10 പേര് കേൾക്കെ പറയാനുള്ള ഒരു ആത്മവിശ്വാസം നഷ്ടപ്പെടും. അവർ അവരുടെ സമപ്രായക്കാരുമായിട്ട് ആശയവിനിമയം നടത്തി അവരുടെ അഭിപ്രായങ്ങളും ആശയങ്ങളുമൊക്കെ കൈമാറി പരിചയസമ്പന്നത കൈവരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിലൂടെ അവർ കടന്നുപോയില്ലെങ്കിൽ അവരിൽ സോഷ്യൽ ഐസൊലേഷൻ വരാം, സോഷ്യൽ ആൻസൈറ്റി വരാം, സോഷ്യൽ ഫിയറൊക്കെ അവരിൽ രൂപപ്പെടാനുള്ള സാധ്യത വളരെയേറെ വലുതാണ്. അടുത്തതായി അവരിൽ വന്നു ചേരാവുന്ന ഒരു സ്വഭാവ ബലഹീനതയാണ് അവർക്ക് സഹപാഠിത്വം അല്ലെങ്കിൽ സൗഹൃദങ്ങൾ ഊട്ടിയുറപ്പിക്കാനും നിലനിർത്തുവാനുമൊക്കെയുള്ള കഴിവ് ഉണ്ടാവുകയില്ല. ഒരു ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥ അവരിൽ വന്നു ചേരാനുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ്. അടുത്തതായി നോക്കുകയാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ആശയവിനിമയത്തിനുള്ള ഒരു കഴിവ് അവരിൽ ബലപ്പെടുവാനുള്ള സാധ്യത കുറവാണ്. അവരെ ഉൾവലിഞ്ഞ ഒരു സ്വഭാവത്തിന് ഉടമയായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അരുതുകൾ കൊണ്ട് അവരെ നിയന്ത്രിച്ചാൽ പലപ്പോഴും ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് അവരിൽ വന്നു ചേരും. അവർ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകുവാനും സഹപാഠികൾ ഇല്ലാത്തവരാകാനും ആശയവിനിമയം ഒന്നും നടത്താനും കഴിവില്ലാത്തവരായിട്ട് മാറാനുള്ള സാധ്യത വളരെയേറെയാണ്. പിന്നെ കൊടുക്കൽ വാങ്ങലിനുള്ള ഒരു മനസ്സോ സന്തോഷമോ ഒന്നും അവർക്ക് ഉണ്ടാവുകയില്ല. മറ്റുള്ളവരെ സഹായിക്കുവാനുള്ളൊരു മനസ്സിന് ഉടമയാകുവാനുള്ള സാധ്യത വളരെ കുറവാണ്. ജീവിതത്തിലുണ്ടാകുന്ന വെല്ലുവിളികളെ ഏറ്റെടുക്കുവാനും അതിനെ പ്രതിരോധിക്കാനും നല്ലൊരു മാനസിക അവസ്ഥ നിലനിർത്തുവാനുമൊക്കെയുള്ള ആ ഒരു വളർച്ച, ആ ഒരു പക്വതയിലേക്ക് കടന്നു കയറുവാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുന്നു. അവർ സഹപാഠികളുമായിട്ട് അല്ലെങ്കിൽ സമപ്രായക്കാരുമായിട്ടുള്ള സഹവർത്തിത്വം ഇല്ലാതായാൽ ഇതൊക്കെ അവരുടെ സ്വഭാവത്തിൽ വന്നു ഭവിക്കാം. ഇൻട്രാ ആൻഡ് ഇന്റർപേഴ്സണൽ സ്കിൽ സ്ലോ ഡൗൺ ആവാനുള്ള, അതായത് വളരെയേറെ കുറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതായത് തനിക്ക് തന്നോടും മറ്റുള്ളവരോടുമൊക്കെ ഉണ്ടാകേണ്ട ഒരു ബന്ധം, സോഷ്യൽ ഇൻ്റലിജൻസ് നന്നേ കുറഞ്ഞു പോകാനുള്ള സാധ്യതയെ വന്നു ചേരാം. പിന്നെ ഉള്ള ഒന്നാണ്
സ്വന്തം പേരൻസിനെ ഒരു രക്ഷകർത്താവിൻ്റെ സ്ഥാനത്തിൽ കാണാനുള്ള ഒരു കാഴ്ചപ്പാടില്ലാതെ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾ മുതിർന്നു വരുമ്പോൾ പാരൻസ് കുറച്ചുകൂടെ എൽഡർ സ്റ്റേജിലോട്ട് പോകും. ഒരു 45 കഴിയുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ വന്നു കൂടുന്ന ഒരു ചിന്തയാണ് മറ്റുള്ളവർ എന്നെ ബഹുമാനിക്കണം, മറ്റുള്ളവർ എന്നെ സ്നേഹിക്കണം, മറ്റുള്ളവർ എന്നെ പരിഗണിക്കണം എന്നൊക്കെ ഉള്ളത്. അത് ഏതൊരു വ്യക്തിയിലും കടന്നു വരും. ആ സമയത്താണ് സ്വന്തം മക്കൾ പോലും ബഹുമാനിക്കാത്ത ഒരവസ്ഥ വരുന്നത്. രക്ഷകർത്താവെന്നുള്ള ആ ഒരു സ്ഥാനം പോലും ലഭിക്കാത്ത ഒരു അവസ്ഥ വരുന്നത്. അതുകൊണ്ട് പാരൻസ് വളരെയേറെ ശ്രദ്ധിക്കണം. കുട്ടികൾ അവരുടെ സഹപാഠികളുമായിട്ട് സമപ്രായക്കാരുമായിട്ട് സമയം ചെലവഴിക്കണം. നമ്മൾ ചെയ്യേണ്ടത് നാം അലർട്ടായിട്ടിരിക്കണം. അവരുടെ വഴികൾ കൂട്ടുകെട്ടുകളെല്ലാം നാം സസൂക്ഷ്മം വീക്ഷിക്കുകയും ശരിയായ ഗൈഡൻസും മെൻറ്ററിങ്ങും ഒക്കെ നൽകി അവരോടൊപ്പം നിൽക്കുകയും വേണം.